സാമ്പാർ ചീര, പരിപ്പ് ചീര, സിലോൺ ചീര, മസാല ചീര എന്നിങ്ങനെ പല പേരുകളിൽ അറിയുന്നുണ്ട്. ഇതിനെ ചില ദിക്കുകളിൽ പൊന്നാങ്കണ്ണി എന്നും പറയും. പക്ഷെ പൊന്നാങ്കണ്ണി ഇതല്ല. അപ്പോൾ ഇതിന് ഒരു പരിചരണം വേണ്ട, വെറുതെ നട്ട് വളർത്തിയാൽ മതി. അത് കള പോലെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് ഒരു ദിക്കിൽ എവിടെയെങ്കിലും നട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് ഇങ്ങനെ ഉണ്ടാവും. അതിൻ്റെ കടക്കിൽ വലിയ കിഴങ്ങുണ്ടാവും. കിഴങ്ങ് നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതിനകത്തുള്ളത് വിറ്റാമിൻ എ, കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ് തുടങ്ങിയ പോഷകമൂല്യങ്ങളെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. ഇലയിലും തണ്ടിലും ഇരുമ്പ്, കാൽസ്യം മൂലകങ്ങൾക്ക് പുറമെ ജീവകം എയും സിയും അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ തണ്ടിലും. അപ്പോൾ തണ്ട് കൂടി ഉപയോഗിക്കണം. എല്ലാം മാത്രമല്ല, തണ്ട് ഉപയോഗിക്കണം. വിളർച്ച, കുടലിലെ അർബുദം, അസ്ഥി സംബന്ധമായ